ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾക്ക് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ സെക്ഷൻസിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതൊക്കെയായിരുന്നു? ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ് എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരമാവധി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ഐ എം ഷുവർ അറ്റ് ദി എൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈ പറയുന്ന നമുക്ക് കുറച്ച് ഡൗട്ട്സുകൾ എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കുന്നുണ്ടാവും അല്ലെ, അതൊക്കെ നമുക്കൊന്ന് സോൾവ് ആവും. ഓക്കെ, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. കാരണം ഫ്രം ബേസിക്സ് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ് എന്ന രീതിയിൽ. ഓക്കെ, കാരണം ഈ ഐ ടി ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ബട്ട് എന്നിരുന്നാലും ഇന്ന് വരാൻ സാധ്യതയുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കും. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ബേസിക് സൈസ് ഇൻ ദ BIS സിസ്റ്റം ഓഫ് ലിമിറ്റ് ആൻഡ് ഫിറ്റ്സ്? എല്ലാവരും തന്നെ ഒന്ന് ആൻസർ ചെയ്യാം. സൗമ്യ, അനഘ, ജയരാജ്, വിഷ്ണു, പ്രണവ്, രമ്യ, അടുത്ത വിഷ്ണുദേവ്. ഓക്കെ, ട്രൈ ടു ആൻസർ യുവർസെൽഫ്. എല്ലാവരും ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ ബേസിക് സൈസ്? എന്താണ് ബേസിക് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. ആരും ആൻസർ ചെയ്യാൻ വേണ്ടി മടി കാണിക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ടിട്ട് തന്നെ ആൻസർ ചെയ്താൽ അത്രയും നല്ലത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ടിട്ട് തന്നെ ആൻസർ ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ, എന്ത് വരും? ബേസിക് സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബേസിക് സൈസ് എന്ന് പറയുന്നത് അല്ലെ. ഈ ബേസിക് സൈസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡീവിയേഷൻസ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ PDF ഞാൻ അപ്ലോഡ് ചെയ്യും. മീൻസ് അതിന്റെ ഡീറ്റെയിൽ നോട്ട് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ അത് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ചോളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഡോണ്ട് വറി. വാട്ട് ഈസ് ദ ബേസിക് സൈസ് ഇൻ ദ BIS സിസ്റ്റം ഓഫ് ലിമിറ്റ് ആൻഡ് ഫിറ്റ്സ്? എന്തൊരു ആൻസർ? The size on which the dimensional deviations are based. അല്ലേ? ക്ലിയർ? കാരണം നമുക്ക് അപ്പർ ഡീവിയേഷൻ ഉണ്ട്, ലോവർ ഡീവിയേഷൻ ഉണ്ട്. ഇതെല്ലാം ബേസ് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ ഈ സീറോ ലൈനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ സീറോ ലൈൻ എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്തെന്ന് പറയും? ബേസിക് സൈസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ടോളറൻസ് സോൺസിൽ ലൊക്കേറ്റ് ചെയ്യുന്നതും ഈ ബേസിക് സൈസിനെ നമ്മൾ ഡീവിയേഷൻസ് പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ എയിൽ നിന്ന് സെറ്റിലേക്ക് ഇങ്ങനെ വേരിയേഷൻ വരുന്നുണ്ടായിരുന്നില്ലേ? ആ എയിൽ നിന്ന് സെറ്റിലേക്കുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസിക് ലൈനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ആക്ച്വൽ സൈസ് ഓഫ് എ കമ്പോണന്റ്? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. കാരണം ഇത് വളരെ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടുണ്ട്. ഓർത്തിരിക്കുക, എന്താണ് ആക്ച്വൽ സൈസ്? വാട്ട് ഈസ് ദ ആക്ച്വൽ സൈസ് ഓഫ് എ കമ്പോണന്റ്? എന്തുവരും? വാട്ട് ഈസ് ദ ആക്ച്വൽ സൈസ്? This is the size of the component. This is the size of the component after manufacturing. Clear? കാരണം മാനുഫാക്ചറിങ്ങിന് ശേഷം, അതായത് ഇപ്പൊ സപ്പോസ് നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഡ്രോയിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 50 mm ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കാനായിരുന്നു. ബട്ട് ആഫ്റ്റർ മാനുഫാക്ചറിങ് ഇത് എത്രയായി? 52 mm ആയി. അപ്പൊ ഇതിന് നമ്മൾക്ക് അടുത്ത ടോളറൻസ് ±1 ആണ്. അപ്പൊ ഇത് വേണമെങ്കിൽ 49-നും 51-നും ഇടയിലാവാം. ഇതിനിടയിലാണെങ്കിൽ ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. ബട്ട് നമുക്ക് ഉണ്ടായിരുന്നത് 52 ആണെന്ന് വെച്ച് നമ്മുടെ ആക്ച്വൽ സൈസ് മാറുന്നുണ്ടോ? ഇല്ല അല്ലെ. ആക്ച്വൽ സൈസ് നോക്കും, വിത്തിൻ ദ ടോളറൻസ് ലിമിറ്റ് ആണോ നോക്കും. ടോളറൻസ് ലിമിറ്റ് ഉള്ളിലാണെങ്കിൽ ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ, അതർവൈസ് ഇറ്റ് ഈസ് റിജക്റ്റഡ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് മാനുഫാക്ചറിങ് ചെയ്തതിന് ശേഷം കിട്ടുന്ന അളവാണ്. ഓക്കെ, ക്ലിയർ? കാരണം ഒരു റിയൽ പിക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ദ ലിമിറ്റ് ഓഫ് സൈസ്? ആവറേജ് പെർമിസിബിൾ ഡയമെൻഷൻസ്. ഓപ്ഷൻ ബി പറയുന്നു ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ഓൺലി. ഓപ്ഷൻ സി പറയുന്നു അപ്പർ ആൻഡ് ലോവർ പെർമിസിബിൾ സൈസ് വാല്യൂസ്. ഓപ്ഷൻ ഡി പറയുന്നു ഷാഫ്റ്റ് ആൻഡ് ഹോൾ ക്ലിയറൻസ്. ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് ഓഫ് സൈസ് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞുള്ളൂ. വി ഹാവ് എ ഷാഫ്റ്റ്. നമുക്ക് 50 മാറ്റി 25 ആക്കാം. 25 mm ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് റിയൽ മാനുഫാക്ചറിംഗിന് നമുക്ക് ഒരിക്കലും 25.000 ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അല്ലെ. 0.00 ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. മീൻസ് മാസ് പ്രൊഡക്ഷനിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് പ്രാക്ടിക്കൽ. ഓക്കെ, കുറെ കുറെ ഈവൻ നമ്മുടെ കാലാവസ്ഥയിലുള്ള ചെറിയ വേരിയേഷൻസ് പോലും മൈക്രോൺ ലെവൽ ആക്യുറസിയിൽ എന്ത് ചെയ്യാം? ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു ടോളറൻസ് കൊടുക്കുന്നു.
ഡിപ്പെൻസ് ഓൺ ദി മാനുഫാക്ചറിംഗ് പ്രോസസ് നമ്മൾ ടോളറൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ടോളറൻസ് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ 1 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതെന്താണ് ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറഞ്ഞാൽ ഇത് മേ ബി 26 ആവാം, അല്ലെങ്കിൽ 24 ആവാം. ദിസ് ഈസ് ലിമിറ്റ് ഓഫ് സൈസ് അല്ലേ. അപ്പർ ആൻഡ് ലോവർ പെർമിസിബിൾ സൈസ് വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമ്മുടെ ആക്ച്വൽ സൈസ് ഇതിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ്, അതർവൈസ് ഇറ്റ് ഈസ് റിജക്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ്? എന്താണ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്? The average of two tolerance values, the size with the minimum deviation, the greater of two limit sizes, the lower of the two limit sizes. എന്തായിരിക്കും? Of course, greater of the two limit sizes ആയിരിക്കും. അതിൽ വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. What does the term hole refer to in BIS limit and fits? It's very important question. കാരണം നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പണി തരുന്ന ഏരിയ ആണ്. ഓൺലി റൗണ്ട് ഇന്റേണൽ ഫീച്ചേഴ്സ്, എക്സ്റ്റേണൽ സിലിണ്ടർ ഫീച്ചേഴ്സ്, ഓൾ ഇന്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പോണന്റ്, ത്രെഡഡ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. കാരണം എന്ത് വരും ആൻസർ? ഓൾ ഇന്റേണൽ ഫീച്ചേഴ്സ് അല്ലേ. അതായത് ഇവിടെ നമുക്ക് ഇത് സിലിണ്ടർ ആണോ, ഹോൾ എന്ന് പറയുന്ന സമയത്ത് ഇത് സിലിണ്ടർ ആണോ, ഇത് റെക്ടാങ്കിൾ ആണോ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഇന്റേണൽ ഫീച്ചർ. ഇതാണ് ഇന്റേണൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണല്ലോ നമ്മുടെ മേറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഇന്റേണൽ ഫീച്ചർ. ഇവിടുത്തെ ഇന്റേണൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഇന്റേണൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഇന്റേണൽ ഫീച്ചർ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതെന്താണ് റെക്ടാങ്കുലർ ആണ്, ഇതെന്താണ് സിലിണ്ടറിക്കലാണ്. അപ്പൊ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ BIS ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് പ്രകാരം ഓൾ ഇന്റേണൽ ഫീച്ചേഴ്സ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പുറത്തിരുന്നോളൂ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ആരും തന്നെ തെറ്റിച്ചിട്ടില്ല, നല്ല കുട്ടികൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which line represent the basic size in dimensional graphics? എന്ത് വരും? Which line represent the basic size in dimensional graphics? Tolerance line, fundamental deviation line, zero line, clearance fit line. ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞാണ്, it's called zero line. ഓക്കെ, സീറോ ലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക് സൈസ് വിത്ത് സീറോ ഡീവിയേഷൻ ആണ്. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ റെഫറൻസ് ഫ്രം വിച്ച് അപ്പർ ആൻഡ് ലോവർ ഡീവിയേഷൻസ് ആർ പ്ലോട്ടഡ്. ഓക്കെ, കാരണം നമ്മുടെ ടോളറൻസ് പൊസിഷൻ ഒക്കെ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഷാഫ്റ്റ് അക്കോർഡിംഗ് ടു BIS സിസ്റ്റം? എനി കമ്പോണന്റ് വിത്ത് എ ബോർ, external features of a component, internal features of a component, holes or slots in the component. BIS സിസ്റ്റം പ്രകാരം ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ് പറയുന്നത്. ഇത് പ്രകാരം BIS പ്രകാരം ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും പേടിക്കേണ്ടതില്ല. എന്താണ്? എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് കമ്പോണന്റ് അല്ലേ. ഷാഫ്റ്റ് ഇൻക്ലൂഡ് ഓൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പോണന്റ്. ദിസ് മേ ബി സർക്കുലർ ഓർ നോൺ സർക്കുലർ. ക്ലിയർ? നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ഡീവിയേഷൻ? നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് മീൻ ബൈ ഡീവിയേഷൻ? The distance between two surfaces of a part, the amount of material removed during machining, the algebraic difference between size and its basic size, the gap between hole and shaft after fitting. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ നമുക്കൊരു കീവേഡ് ഉണ്ട്. ഡീവിയേഷൻ എന്ന് പറയുന്നത് ഫ്രം ബേസിക് സൈസ് മാത്രമാണ് വേരി ചെയ്യുന്നത്. സോ ഇവിടെ വേറെ ഒന്നും നോക്കണ്ട. ഇവിടെ എന്താണ്? ടു സർഫേസ്, എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്തത് യാതൊരു ബന്ധമില്ല അതൊരു ഓപ്ഷൻ. ഗ്യാപ് ബിറ്റ്വീൻ ഹോൾ ആൻഡ് ഷാഫ്റ്റ് ആഫ്റ്റർ ഫിറ്റിംഗ് അല്ല. ആൽജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ സൈസ് ആൻഡ് ഇറ്റ്സ് ബേസിക് സൈസ്. ഓക്കെ, കാരണം ആരെ ബേസ് ചെയ്തിട്ടാണ്? ഈ ആളെ ബേസ് ഈ പറയുന്ന സീറോ ലൈൻ അല്ലെങ്കിൽ ബേസിക് ലൈനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീവിയേഷൻസ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഹോളിന്റെ ഡീവിയേഷനും ഷാഫ്റ്റിന്റെ വേരിയേഷനും നേരെ തിരിഞ്ഞാണ്.
ഉൾട്ടയായിട്ടാണ് വരിക. അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇവിടുത്തെ ഈ ബേസ് ലൈനിൽ ഇവിടം വരെ ഉണ്ട്. അപ്പൊ ഇത് വളരെ കൂടുതലായിരിക്കും. ഈ അപ്പർ ഡീവിയേഷൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു വാല്യൂ ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ എന്താണ്, ഇവിടുത്തെ അപ്പറും ഇവിടുത്തെ ബേസിംഗ് ആകുമ്പോൾ ഇത് ഇത്രയും ഉണ്ടാവുള്ളൂ. ഇവിടെ ഇത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the upper deviation? Difference between minimum size and basic size. Difference between actual size and zero line. Difference between maximum limit of size and basic size. Sum of both maximum and minimum deviation. Upper deviation എന്ന് പറഞ്ഞാൽ എന്താണ്? Upper deviation എന്ന് പറഞ്ഞാൽ എന്താണ്? Try to answer question number 9 for you. C ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞുള്ളൂ. സോ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. Upper deviation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the difference between maximum limit and basic size. ആ ഫിഗർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫണ്ടമെന്റൽ ഡീവിയേഷൻ? ഫണ്ടമെന്റൽ ഡീവിയേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു എക്സ്വൈ ലൈൻ വരച്ചിട്ട് ഇവിടെ നിന്ന് A to Z ആരുടെ ടോളറൻസ് സോൺ മാറുന്ന പറഞ്ഞു, ഷാഫ്റ്റിന് ടോളറൻസ് സോൺ ഇങ്ങനെ മാറുന്ന പറഞ്ഞു. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവിടെ സെഡിൽ എൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോളിന്റെ ഇങ്ങനെയും കയറി പോകുന്ന പറഞ്ഞിരുന്നു. ഇവിടെ നിന്ന് എന്ന് ഇവിടെ നിന്ന് സെഡ് വരെ A to H ആണെങ്കിൽ A2, അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ A to H, ഇവിടെ H എന്ന് പറയുന്ന സംഭവം H/A to H ആണ് നമ്മുടെ ക്ലിയറൻസ് ഫിറ്റ് നമ്മൾ പഠിച്ചത്. H/A to H. H/A to H is clearance fit. Okay. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫണ്ടമെന്റൽ ഡീവിയേഷൻ? അതായത് വിത്ത് റെസ്പെക്ട് ടു സീറോ ലൈൻ നമ്മൾ ഓരോ ടോളറൻസ് സോൺ തിരിച്ചിട്ട് അതിന്റെ പൊസിഷൻസിനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഫിക്സ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആണത്. അപ്പൊ അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. എത്ര ടൈപ്പ് ഡീവിയേഷൻ ഉണ്ട് എന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? എത്ര ടൈപ്പ് ഡീവിയേഷൻ ഉണ്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട്? എനിബഡി 25 ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ആർ ദെയർ. 25 ഫണ്ടമെന്റൽ ഡീവിയേഷൻസ്. ഇവിടെ നോക്കിയേ, A തൊട്ട് Z വരെ ഇങ്ങനെ വേരി ചെയ്യുന്നു അല്ലെ? അത് കഴിഞ്ഞിട്ട് 3 എണ്ണം എക്സ്ട്രാ ഉണ്ട്. ZA, ZB, ZC. ഒരു JS ഉണ്ട്. ZA, ZB, ZC. ഓക്കെ, ക്ലിയർ. ഹോളിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നു. ഷാഫ്റ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നു. എല്ലാം തന്നെ കൃത്യമായി ഓർത്തിരിക്കുക. ഇത് ഞാൻ വീണ്ടും പറയുന്നു. H/A to H എന്ന് പറയുന്നത് ക്ലിയറൻസ് ഫിറ്റ് ആണ്. ഓക്കെ, കാരണം ഹോൾ ബേസ് സിസ്റ്റം ആയതുകൊണ്ടാണ് H/, വെച്ച് പറയുന്നത് കേട്ടോ. കാരണം ഒരു 99% ക്വസ്റ്റിനും ഹോൾ ബേസ് സിസ്റ്റത്തിലേ ചോദിക്കുള്ളൂ. H/J and JS ട്രാൻസിഷൻ ഫിറ്റ് ആണ്. ഓക്കെ, H/, ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് ഈ K അതിന്റെ മേളോട്ടൊക്കെ എന്താണ്? ഇന്റർഫറൻസ് ഫിറ്റ് ആണ്. കാരണം ടോളറൻസ് ഓൺ എബോവ് ദി എന്താണ് ഹോളിന്റെ, ടോളറൻസ് സോൺ ഓഫ് ഷാഫ്റ്റ് ഈസ് എബോവ് ദി ടോളറൻസ് സോൺ ഓഫ് ഹോൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും അവിടെ വരും. സോ അവിടെ ഇന്റർഫറൻസ് ഫിറ്റ് വരും. ഓക്കെ, കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മൾ കൃത്യമായി പറഞ്ഞു എന്തിനാണ് ഫണ്ടമെന്റൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കി വെക്കാം. In BIS, how is zero line used in graphics? Represent the outer surface of the part, indicate maximum material condition, represent the basic size and line of zero deviation, marks the machining path. Maximum questions we are going to discuss. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ നിന്ന് പോവരുത്. That is our intention. എന്താണ്? C. Represent the basic size. Next question. What does tolerance refers to? Limits and fits. The average size of two components, the sum of deviation, the difference between maximum and minimum limit of size, the margin left after machining. Important question ആണ്. ചെറിയ പ്രോബ്ലംസ്, സ്മോൾ പ്രോബ്ലംസ് മേബി കയറി വരാം. ഓക്കെ, ഇപ്പൊ ഇവിടെയും നമ്മൾ പറഞ്ഞു, ഇതും നമ്മൾ പറഞ്ഞു. സപ്പോസ് വി ഹാവ് എ ഷാഫ്റ്റ് ഓഫ് 50 mm diameter. നമ്മൾ കൊടുക്കുന്ന ടോളറൻസ് പ്ലസ് ഓർ മൈനസ് 0.02. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് 0.02 കൊടുത്തത്. സോ ഇത് എത്ര വരും? 50.02. ഇത് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് കാരണം പ്ലസ് ഓർ മൈനസ് കൊടുത്തുകൊണ്ട് 49.98 വരാം. അപ്പോൾ ഡീവിയേഷൻ അല്ലെങ്കിൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50.02 മൈനസ് എത്രയാണ്? 49.98. സോ
0.04. This is the tolerance value. This is the tolerance value. ഓർത്തിരിക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. പോസിറ്റീവ്. ഓക്കെ, ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചോളാം. But tolerance is the numerical difference between the maximum and minimum permissible sizes. It is always a positive quantity. Okay, tolerance allow manufacturing variation while maintaining interchangeability. Interchangeability കേസ് ഞാൻ പറഞ്ഞാണ്, USB-യുടെ പോർട്ട്, പേനയുടെ ടോപ്പ്, നമ്മുടെ ചാർജറിന്റെ പോർട്ട്. കാരണം ലോകത്ത് എവിടെ നിന്ന് ഒരു C ടൈപ്പ് ചാർജർ വാങ്ങിയാലും അത് വേറെ ഒരു C ഹോൾഡറിൽ ഫിക്സ്ഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ഇന്റർചേഞ്ചബിലിറ്റി. ഈ ടോളറൻസ് കൊടുത്ത് വിത്തിൻ ദ ലിമിറ്റ് അവിടെ ഫിക്സ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്, ആ ഒരു സാധനം വേറൊരു സ്ഥലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? ഇപ്പൊ M10 നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M10 ബോൾട്ടുമായിട്ട് ലോകത്ത് എവിടെയുള്ളതായാലും എന്തായിരിക്കും, ഫിക്സ്ഡ് ആയി. മീൻസ് അതവിടെ നമുക്ക് ആ ഫിറ്റ് നടത്താൻ പറ്റും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹോൾ ആൻഡ് ഷാഫ്റ്റ് ഇൻ limit fit tolerance system. Okay, clear. Next, how are fundamental deviations represented in BIS? Very important question. Okay, questions കേറി വരുന്നതാണ് ട്ടോ. Using numbers based on deviation values by uppercase letters for shaft and lowercase for holes, by lowercase letters for shaft and uppercase letters for hole, by symbols and colors in cap. Question number 13. ആൻസർ ചെയ്യാം. ഷാഫ്റ്റിന് സ്മോൾ ലെറ്റർ അല്ലെ, ഹോളിന് ക്യാപിറ്റൽ ലെറ്റർ. ആരും മറന്നു വരുത് കേട്ടോ. ക്വസ്റ്റ്യൻ ക്ലിയർ. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഡീവിയേഷൻസിൽ ഒമിറ്റ് ചെയ്ത, അപ്പൊ നമ്മൾ 25 ലെറ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ, 25 ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ABCD ഇങ്ങനെ വേരിയേറ്റ് വരുന്നു. അപ്പൊ ഞാൻ അതിൽ JS, ZA, ZB, ZC എന്ന് പറയുന്ന 4 ലെറ്റർ ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ 20, അതായത് A to Z എന്ന് പറഞ്ഞാൽ 26 ലെറ്റർ ഉണ്ടല്ലോ, 26 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 30 ആയില്ലേ. പക്ഷെ നമുക്ക് എത്ര ഉള്ളൂ, 25 ഉള്ളൂ അല്ലെ. അപ്പൊ ഒരു 5 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ILOQW are omitted. ILOQW എന്ന് പറയുന്ന ഈ 5 ലെറ്റേഴ്സ് ആരുടെ കയ്യിലില്ല? നമ്മുടെ ഫണ്ടമെന്റൽ ഡീവിയേഷൻസിന്റെ ലിസ്റ്റിലില്ല. പഠിച്ചു വെച്ചോ, ആവശ്യം വരും. ILOQW are omitted from the fundamental deviation list. ഇൻക്ലൂഡ് ചെയ്തതൊക്കെയാണ് ZA, ZB, ZC, ZA, ZB, ZC and JS. ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ അല്ലേ? ZA, ZB, ZC are included. ILOQW excluded. Okay. Next. What is mean by fundamental tolerance in BIS system? ടോളറൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. എന്താണ് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫണ്ടമെന്റൽ ടോളറൻസ് എന്തുകൊണ്ട്, എന്തിനാണ് മീൻ ചെയ്യുന്നത്? ഡീവിയേഷന്റെ കാര്യം പറഞ്ഞു. എന്തിനായിരിക്കും ടോളറൻസ്? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 50 mm ഡയമീറ്ററിന്റെ ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കണം. ഈ 50 mm ഡയമീറ്ററിന്റെ ഒരു ഷാഫ്റ്റ് 3 സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കുകയാണ്. 3 സ്ഥലത്ത് നമുക്ക് വേണ്ട ഷാഫ്റ്റ് എന്ന് പറയുന്നത് 50 mm ഡയമീറ്റർ ഷാഫ്റ്റ് ആയിരുന്നു. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഒരു സൈക്കിളിന്റെ ഷാഫ്റ്റ് ആയിരുന്നു. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഒരു കാറിൽ യൂസ് ചെയ്യുന്ന ഷാഫ്റ്റ് ആയിരുന്നു. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഷാഫ്റ്റ് ആയിരുന്നു. 3ലും നമ്മൾ ഷാഫ്റ്റ് തന്നെയാണ് യൂസ് ചെയ്തത്. ഇപ്പൊ ഇവിടെ റഫ് ആണ്. ഇപ്പൊ 50 എന്ന് പറയുന്നത് ഒരു +or-2 ആണെങ്കിലും എന്തല്ല, കുഴപ്പമില്ല അല്ലെ. ചെറിയ വേരിയേഷൻസ് ഒന്നും പ്രശ്നമില്ല. ഒരു 51 49 ഇടയിലൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. കാറിന്റെ കേസ് വരുന്ന സമയത്ത് ഒരു 50 എന്ന് പറയുന്നത് +or-0.01 ആണെങ്കിലും കുഴപ്പമില്ല. അതായത് ഒരു 50.01 അല്ലെങ്കിൽ 49.99 ഒക്കെ ഇടയിലൊക്കെ വന്നാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് പ്രൊപ്പൽഷൻ സിസ്റ്റം വന്നു. അപ്പൊ നമുക്ക് ഇത് മുകളിലേക്ക് പോകേണ്ടതാണ്, ശൂന്യാകാശത്തേക്ക് പോകണം. സോ നമ്മൾ പറയുന്നു 50 ഡയമീറ്റർ വേണം. +or-0.001 മൈക്രോൺ ലെവൽ ആക്യുറസിയിൽ വരുന്നു. ഓക്കെ, 3 സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്തത് ഒരേ ഷാഫ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞത് ഡിസൈനിൽ പറഞ്ഞത് ഒരേ ഷാഫ്റ്റ് ആണ്. 3 ആപ്ലിക്കേഷൻ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടത്തെ ആക്യുറസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ എന്താണ്, ഹൈ ആക്യുറസി ആണ്. അപ്പൊ 3 സ്ഥലത്തെ ടോളറൻസ് നോക്കിക്കഴിഞ്ഞാൽ 3 ഗ്രേഡ് ഓഫ് ടോളറൻസ് കാണാൻ പറ്റും. ഇതാണ് എന്തിൽ പറയുന്നത്,
ഫണ്ടമെന്റൽ ടോളറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ദ ഗ്രേഡ് ഓഫ് ലെവൽ ഓഫ് അക്യുറസി ഓഫ് മാനുഫാക്ചർ. ക്ലിയർ? ക്ലിയർ? ഓക്കെ, അപ്പൊ അവിടെ കൃത്യമായ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ഈ ചാർട്ട് അപ്പൊ ഇവിടെ IT01 തൊട്ട് IT16 വരെയാണ് നമ്മൾ വേരി ചെയ്യുക എന്ന് കൃത്യമായി പഠിച്ചാണ്. ഇതും ആവശ്യം വരും, പഠിച്ചു വെച്ചോ. IT01 തൊട്ട് IT16. അപ്പൊ ഇവിടെ മൈക്രോൺ ലെവലിലാണ് നമ്മൾ ഈ പറയുന്ന ടോളറൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ടോളറൻസിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1 to 500 mm ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഹയർ ദ നമ്പർ ലെസ്സർ ദ അക്യുറസി. ഇപ്പൊ IT16 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരേ ഡയമീറ്റർ, ഇപ്പൊ 500 mm ഡയമീറ്ററിന്റെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് 500 mm എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ, ഇപ്പൊ IT16 ടോളറൻസ് എന്ന് പറയുന്നത് 4000 എന്താണ് മൈക്രോൺ ആണ്, 4000 മൈക്രോൺ ആണ്. എന്നാൽ IT1 എന്ന് പറഞ്ഞാൽ അത് 4 മൈക്രോൺ ആണ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഇവിടെ 4000 മൈക്രോൺ ആയിരുന്നു, ഇവിടെ 4 മൈക്രോൺ ആണ്. അതാണ് അവിടുത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഫണ്ടമെന്റൽ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് ഓഫ് ടോളറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എന്ന് പറയുന്നത് എന്താണ്, ആക്യുറസി ലെവലിന്റെ ഒരു എന്താണ് ഗ്രേഡ് ഡിഫറൻസിയേഷൻ ആണ്. IT01 തൊട്ട് IT16 വരെയുള്ള 18 ഗ്രേഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്രിട്ടീഷ് സിസ്റ്റത്തിലായിരുന്നുവെങ്കിൽ പണ്ട് 16 ഗ്രേഡുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. രണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടുള്ളതാണ്. അപ്പൊ എത്രയാണ്? 18ഉം 16ഉം മറന്നു പോകണ്ട കേട്ടോ. 18ഉം 16ഉം മറന്നു പോകണ്ട. എവിടെ പോയോ? 18 as per BIS, 16 as per ബ്രിട്ടീഷ്. Both are PYQ. Clear? രണ്ടും മറന്നോട്ടെ. Next question. Which of the following is a correct interpretation of 25H7? ഒരു ക്വസ്റ്റ്യൻ കിട്ടുപോയി. ഓക്കെ. Which of the following is a correct interpretation of 25H7? 25H7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയയാണ് അല്ലെ. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീവിയേഷൻ ആണ്, ഫണ്ടമെന്റൽ ഡീവിയേഷൻ ആണ്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറൻസ് ഗ്രേഡ് ആണ്. ഓക്കെ, 25H7. അപ്പൊ എന്താണ്? എന്തുവരും? ഒന്നും ചിന്തിക്കണ്ട. ബി ഹോൾ വിത്ത് 25 mm ഡയ, ടോളറൻസ് ഗ്രേഡ് 7, ഡീവിയേഷൻ H. കാരണം ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്ന A to Z വരെയുള്ള ലെറ്ററിലാണ്. ടോളറൻസ് ഗ്രേഡ് IT01 തൊട്ട് 16 വരെയുള്ള നമ്പറുകളിലാണ്. 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് എത്രയാണ് ഡയ എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does a higher number in the grade of tolerance like IT15 or IT16 indicate? Very important question for you. Very important question. Answer ചെയ്യാം. എന്ത് വരും? 16ാമത്തെ ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ലോവർ അക്യുറസി ആൻഡ് ലാർജർ ടോളറൻസ് അല്ലേ? 8016 നോക്കിയേ. 8016 നോക്കണ്ട, അക്യുറസി ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്. In the example 25E8, what does E represent? 25E8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഈ ഇ എന്ന് പറയുന്നത് സ്മോൾ ആണോ ക്യാപിറ്റൽ ആണോ എന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോളണം. ദ ഗ്രേഡ് ഓഫ് ടോളറൻസ്, ഹോൾ ഡിസിഗ്നേഷൻ, ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഫോർ ഷാർപ്പ്, ദ എമൗണ്ട് ഓഫ് അലവൻസ്. ഏത് വരും? 25E8. ഷാഫ്റ്റിന്റെ ഫണ്ടമെന്റൽ ഡീവിയേഷൻ ആണ് അല്ലെ. കാരണം ലോവർ കേസ് ലെറ്റർ ഡിനോട്ട് ഷാഫ്റ്റ് ഡീവിയേഷൻ ക്ലാസസ്. അപ്പൊ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫ്റ്റ് ഡീവിയേഷൻ ആണ്. 8 എന്ന് പറഞ്ഞാൽ ടോളറൻസ് ഗ്രേഡ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതിന്റെ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറൻസ് ഗ്രേഡ്സ് ഓഫ് ഷാഫ്റ്റിനെ ഡിഫൈൻ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ എക്സാമ്പിൾ ഓഫ് 25 പ്ലസ് ഓർ മൈനസ് 0.2, വാട്ട് ആർ ദ അക്സെപ്റ്റബിൾ ലിമിറ്റ് ഫോർ ദ ഹോൾ ഡയ? ഡിഫിക്കൽട്ടി ഒന്നുമില്ല. 24.8 and 25.2 അതിന്റെ ഇടയിലായിരിക്കും എന്ത് അക്സെപ്റ്റബിൾ റേഞ്ച് എന്ന് പറയുന്നത്. അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ആണ്. അപ്പൊ വാല്യൂസ് ഔട്ട്സൈഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് ടോളറൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് മാക്സിമം ലിമിറ്റ് ഇൻ എ ടോളറൻസ് സൈസ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ്
the maximum limit in a tolerance size. It is average of all measured sizes. It gives the minimum material condition. It is the largest permissible size of a component. It indicates the rough machining size. Number 20. ഏതാ 30 എത്തിയില്ല, 20 ചെയ്തോളൂ, 30 എത്തും. ഏതായാലും മാക്സിമം ലിമിറ്റ് അല്ല, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പെർമിസിബിൾ സൈസ്. ഓക്കെ. വാട്ട് ഈസ് ദ ടോളറൻസ് ഇൻ എ ഡയമെൻഷണൽ മെഷർമെന്റ്? എന്താണ് ടോളറൻസ് എന്ന്? ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫിക്സഡ് സൈസ് ഓഫ് എ ഷാഫ്റ്റ്, elements for surface finish, the difference between maximum and minimum limit, the amount of clearance between two parts. 21 also C will be the right answer. കാരണം ടോളറൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ലിമിറ്റ് മൈനസ് മിനിമം ലിമിറ്റ് ആണ്. കാരണം അക്സെപ്റ്റബിൾ വേരിയേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. What is a fit as per the Indian standard system? The type of welding joint. ഫിറ്റ് എന്ന് പറയുമ്പോൾ പല ഫിറ്റ് ഓർമ്മ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം പ്രകാരം ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ടൈപ്പ് ഓഫ് വെൽഡിംഗ് ജോയിന്റ് ആണോ, ഡിഫറൻസ് ബിറ്റ്വീൻ സർഫേസ് ഫിനിഷ് ലെവൽസ് ആണോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹോൾ ആൻഡ് ഷാഫ്റ്റ് ഡയമെൻഷൻ ആണോ, ടൂൾ ടു മെഷർ ഡീവിയേഷൻ ആണോ, ഇനി വേറെ എന്തെങ്കിലും ഫിറ്റായി പോകുന്നതാണോ, എന്തായാലും ആൻസർ ചെയ്യാം. 22. ഫിറ്റ്. Okay. 22 see relationship between hole and shaft അല്ലേ? Relationship between hole and shaft. Relationship between hole and shaft. Okay, very good. കാരണം എന്താണ്, മേറ്റിംഗ് പാർട്സിൽ ഹോൾ ആൻഡ് ഷാഫ്റ്റിന് ഇടയിലുള്ള ഒരു റിലേഷനെ കൃത്യമായിട്ട് പറയുകയാണെന്നുള്ളതാണ് ഫിറ്റ് എന്ന് പറയുന്നത് ആസ് പെർ VIS സിസ്റ്റം. കാരണം അവിടെ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ക്ലിയറൻസ് ആണോ, ട്രാൻസിഷൻ ആണോ, ഇന്റർഫറൻസ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഹൗ ഈസ് എ ഫിറ്റ് എക്സ്പ്രസ് യൂസിങ് BIS നൊട്ടേഷൻ? BIS നൊട്ടേഷൻ പ്രകാരം എങ്ങനെയാണ് ഒരു ഫിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത്? യൂഷ്വലി ഓൺലി ദ ഷാഫ്റ്റ് സിമ്പൽ ബൈ യൂസിങ് ടോളറൻസ്ഡ് വാല്യൂ ഡയറക്ട്ലി, ബേസിക് സൈസ് ഫോളോഡ് ബൈ ഹോൾ ആൻഡ് ഷാഫ്റ്റ് സിമ്പൽസ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതായിരുന്നു. കാരണം എങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാം ബേസിക് സൈസ് 25 ആണ് എന്ന് വിചാരിക്കാം. ഫോളോഡ് ബൈ ഹോൾ H7 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വേണമല്ലോ, അതായത് നമുക്ക് ഇതിന്റെ ഗ്രേഡും കൂടെ പറയും, ടോളറൻസ് ഗ്രേഡ്. ഷാഫ്റ്റ് G6 എന്ന് പറഞ്ഞു വിചാരിക്കാം. H7/G6. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ക്ലിയറൻസ്. ഓക്കെ, ക്ലിയർ. Next question. Which of the following best describe a clearance fit? The hole is always smaller than a shaft. The shaft is forced into a hole. The hole is always larger than the shaft. Both the hole and shaft are equal size. Question number 24 for you. The hole is always smaller than the shaft. The shaft is forced into hole. The hole is always larger than the shaft. Both hole and shaft are equal size. ഒന്നുമില്ല അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ദ ഹോൾ. ഓക്കെ, അപ്പോൾ അവിടെ വേറെ ഫോഴ്സിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. സച്ച് ഫിറ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ ഒക്കെ ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ. വാട്ട് ആർ ദ ലിമിറ്റ്സ് ഓഫ് എ ഹോൾ വിത്ത് ബേസ് സൈസ് 20 mm ആൻഡ് H7? ലിമിറ്റ്സ് ഓഫ് ഹോൾ എന്ത് വരും? ട്രൈ ടു ആൻസർ. 24. കൃത്യമായി മനസ്സിലാക്കി മാത്രം ആൻസർ ചെയ്യുക. കൃത്യമായി മനസ്സിലാക്കി ആൻസർ ചെയ്യുക. 25. A will be the right answer അല്ലേ? കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? +0.021 and 0 ഇതിന്റെ ഇടയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു ലിമിറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് ഇതിന്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് 0 ആണ്. മുകളിലേക്ക് എന്താണ്? 20 and 20.021. Clear? Next. What is the characteristics of a clearance fit? Characteristics of a clearance fit. Shaft is always larger than the hole. Shaft and holes are always equal in size. Hole is always larger than the shaft. Hole is press fitted into the shaft.
26 ക്ലിയറൻസ് ഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അഗൈൻ ആൻഡ് അഗൈൻ ക്വസ്റ്റ്യൻ കയറി വരും, നോക്കിക്കോളൂ. വാട്ട് ഈസ് മീൻ ബൈ ഇന്റർഫറൻസ് ഫിറ്റ്? ഷാഫ്റ്റ് ഈസ് smaller than the hole, shaft is equal in size in the hole, shaft is always larger than the hole, there is no contact between shaft and hole. ഇത് വരും ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഹോളിനെക്കാട്ട് മേലെ വരുമ്പോഴാണ് എന്ത് വരുന്നത്, ഇന്റർഫറൻസ് ഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, കാരണം ഇവിടെ തെർമൽ മെത്തേഡ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർഫറൻസ് ഫിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, അതായത് കേൾക്കാത്തവർ നോക്കിക്കോളാം. കാരണം നമ്മുടെ അസംബ്ലി ഡ്രോയിങ് സമയത്ത് അല്ലെങ്കിൽ മെഷീൻ ഡ്രോയിങ്ങിന്റെ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇന്റർഫറൻസ് വേണ്ട സമയങ്ങളിൽ ലിക്വിഡ് നൈട്രജന്റെ അതിൽ ഇമേഴ്ഷൻ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. കാരണം ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ലിക്വിഡ് നൈട്രജനിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷ്രിങ്ക്. സപ്പോസ് ഇതിന്റെ ഡയമീറ്റർ 50 mm ആയിരുന്നെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഈ ഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് 50, 52 mm അങ്ങനെ വലിയ സംഭവങ്ങൾ കൊണ്ട് കണക്ട് ചെയ്യുന്ന പരിപാടിയല്ല. ടോളറൻസ് സോൺ വളരെ മിനിമത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ചെറിയ ഒരു വേരിയേഷൻ ആണ് മുകളിലേക്ക് ഉണ്ടാവുക. ഇപ്പൊ ചെറുതായിട്ട് ഇത് എന്ത് ചെയ്യും, ഇത് ഷ്രിങ്ക് ആവും. ഷ്രിങ്ക് ആയിട്ട് ഇപ്പൊ സപ്പോസ് 50 എന്ന് പറയുന്നത് വളരെ ചെറിയ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ 0.02 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് നേരിട്ട് അറിയാത്ത ഒരു ഡയമെൻഷൻ ആണ് അതെന്ന് പറഞ്ഞാൽ അല്ലെ. വെർനിയർ കാലിപ്പറിന്റെ ആക്യുറസി വരെ 0.02 ആണ്. അത്രയും ഒരു സ്മോളർ വാല്യൂ ആണ് അത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഒരു ഹൈ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രൊപ്പൽഷൻ സിസ്റ്റം പോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ടോളറൻസ് ഗ്രേഡുകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ലിക്വിഡ് നൈട്രജനിൽ നിന്ന് മുക്കുന്ന സമയത്ത് ഇത് വളരെ ചെറുതായിട്ട് എന്ത് ചെയ്യും, ഷ്രിങ്ക് ആവും. ഈ ഷ്രിങ്ക് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ അസംബ്ലിയിലേക്ക് ഈ സംഭവം ഫിറ്റ് ചെയ്യുന്നു. ഈ അസംബ്ലിയിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഷ്രിങ്ക് ആയ സംഭവം ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചർ -100 ഡിഗ്രി താഴെയാണ്. അപ്പൊ അത് വീണ്ടും നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഇത് എക്സ്പാൻഡ് ആവും. ആ എക്സ്പാൻഷനിൽ എന്ത് സംഭവിക്കും, ഈ ജോയിന്റ് നടക്കുകയാണ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. കാരണം നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ട് അതെങ്ങനെയാണ് ഷാഫ്റ്റ് സൈസ് കൂടുതലുള്ള ഹോളിനെക്കാട്ട് വലുതാണല്ലോ ഷാഫ്റ്റ്, പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു ജോയിന്റ് നടക്കുക. നമ്മൾ ഫിഗർ വെച്ചിട്ട്, ഫിഗർ എന്ന് പറയുന്നത് ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ് ഫോർ us. ക്ലിയർ? കാരണം ഇത് തമ്മിലുള്ള വേരിയേഷൻ വളരെ ചെറുതാണ്. ബട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, ക്ലിയറൻസ് ആണ്, ഇത് തമ്മിൽ ഇത്ര ഇതുണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. Which of the following correctly represent interference fit? 25H7 by P6, 25H7 by G6, 25H7 by H6, 25H7 by F7. ഇന്റർഫറൻസ് ഫിറ്റ് ഇതിൽ ഏതാണ് പറയുന്നത്? ഇന്റർഫറൻസ് ഫിറ്റ് ഹോൾ ബേസിസ്റ്റ് ആണ്, സിമിലർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു H by A to H ക്ലിയറൻസ്, J and JS എന്താണ്? ട്രാൻസിഷൻ. ഇവിടെ ചില ടെക്സ്റ്റ് ബുക്കിൽ J to N എന്നൊക്കെ പറയുന്നുണ്ട്. P തൊട്ടാണ് J to N വരെ ട്രാൻസിഷൻ ആയിട്ട് പറയുന്നുണ്ട്. എനിവേ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ സോൺ വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് JS JK ഇത് മൂന്നുമാണ് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നിട്ടുള്ളത്, ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി എക്സാക്ട്ലി മറ്റേ ചെറിയൊരു ടച്ച് ആണ് വരിക. അപ്പൊ വേണമെങ്കിൽ J to N എന്ന രീതിയിൽ നമുക്കത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ J to N നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരില്ല. നിങ്ങൾക്ക് ക്ലിയറൻസ് ആണ് അല്ലെങ്കിൽ ട്രാൻസിഷൻ ആണ് വരുന്നത് എങ്കിൽ ഉറപ്പായിട്ടും J അല്ലെങ്കിൽ JS ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരിക. ഓക്കെ, ഇനി ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറയുന്നത് P തൊട്ടാണ്. അപ്പൊ നമുക്ക് P to ZC. അപ്പൊ H7 by P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും എന്ത് തന്നെയാണ്, ഇത് മൂന്നും ക്ലിയറൻസ് ആണെന്ന് വളരെ ക്ലിയർ ആണ് അല്ലെ. ഇതാണ് നമ്മുടെ ഹോൾ സൈസ്. ഈ ഹോൾ സൈസിൽ താഴെയാണ് ഇതാണ് നമ്മുടെ ഹോളിന്റെ ഇത് ടോളറൻസ് സോൺ. ഇതിന്റെ താഴെയാണ് എന്ത് വന്നിരിക്കുന്നത്, G വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ക്ലിയറൻസ് ഉണ്ട്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ H വന്നിരിക്കുന്നു. H എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇപ്പൊ സ്മോൾ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ. F7 വന്നിരിക്കുന്നു. F7 എന്ന് പറഞ്ഞത് ഇവിടെയും ഗ്യാപ്പ് ഉണ്ട്, ഇവിടെയും ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഷാഫ്റ്റിന്റെ ടോളറൻസ് സോൺ എന്തിനു മുകളിൽ വരണം, ഹോളിന്റെ ടോളറൻസ് സോണിന് മുകളിൽ വരണം. അങ്ങനെ മുകളിൽ വന്നിരിക്കുന്നത് എവിടെയാണ്, P ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? കാരണം ഈ ഫിഗർ കാണുമ്പോൾ ഇത് നമുക്ക് Hന്റെ ഇത് രണ്ടും മാച്ചിങ് ആണല്ലോ തോന്നും. ബട്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഞാൻ പറഞ്ഞത് ഇത് പല സ്ഥലത്ത് ഡ്രോയിങ് ഇത് അറേഞ്ച് ചെയ്യുമ്പോഴുള്ള വ്യത്യാസമാണ്. ഈ ഒരു ഇത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. H by A to H എന്ന് പറയുന്നത് ക്ലിയറൻസ് ഫിറ്റ് ആണ്.
പി തൊട്ട് അങ്ങോട്ടേക്ക് എന്ത് വരും? ഇന്റർഫറൻസ് ഫിറ്റ് വരും. ഓക്കെ, ഒരു ജെ തൊട്ട് എൻ വരെ, എന്നൊന്നും സാധാരണ ചോദിക്കാറില്ല, ഒന്നെങ്കിൽ ജെ അല്ലെങ്കിൽ ജെ എസ് ചോദിക്കുള്ളൂ. ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം തന്നെ എച്ച് ബൈ ജി, എച്ച് ബൈ പി, എച്ച് ബൈ ജെ ഓർ ജെ എസ്, ഇതാണ് കണ്ടിട്ടുള്ളൂ. നിങ്ങൾ അത് മാത്രം മൈൻഡിൽ വെക്കുക. ഇത് മൂന്നും വന്നു കഴിഞ്ഞാൽ തെറ്റരുത്, നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ കളയരുത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? സൗമ്യ, അനഘ, ജയരാജ്, വിഷ്ണു, പ്രണവ്, ഹൻസ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ് ദ ഇന്റർഫറൻസ് ഫിറ്റ്? ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതാണ്. ഒന്നാണ്. എല്ലാവരും തന്നെ കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. വാട്ട് ഈസ് ദ മാക്സിമം ക്ലിയറൻസ് ഇൻ ഫിറ്റ്സ്? വാട്ട് ഈസ് ദ മാക്സിമം ക്ലിയറൻസ് ഇൻ ഫിറ്റ്സ്? വാട്ട് ഈസ് ദ മാക്സിമം ക്ലിയറൻസ് ഇൻ ഫിറ്റ്സ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിൾ ആയിട്ട് നമുക്ക്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഈ മാക്സിമം ക്ലിയറൻസ് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും നല്ലത് ബിഫോർ ബി ഗോയിങ് ത്രൂ ദ ഓപ്ഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിയറൻസ് ഫിറ്റിന്റെ ബേസിക്സ് നമുക്കറിയാം. ഒരു എക്സ് വൈ ലൈൻ ഉണ്ട്, നമുക്ക് എന്തുണ്ട്, ഒരു ഹോൾ ഉണ്ട്. ഓക്കെ, ഒരു ഹോൾ ഉണ്ട്. ക്ലിയറൻസ് ആയതുകൊണ്ട് ഇതിന്റെ താഴെയാണ് നമ്മുടെ ഷാഫ്റ്റ് വരുന്നത്. ഇതിന്റെ താഴെയാണ് നമ്മുടെ ഷാഫ്റ്റ് വരുന്നത്. അപ്പൊ മാക്സിമം ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പരമാവധി, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമ്മുടെ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, 2 ഡയമീറ്റർ ഉണ്ട്. ഇത് ഹോളിന്റെ ഡയമീറ്റർ ആണ്. ഇതിന്റെ ടോളറൻസ് സോൺ എന്ന് പറയുന്നത് 50 +or-2, അപ്പൊ 52 തൊട്ട് 48 വരെ. ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഷാഫ്റ്റിന്റെ ഡയ എന്ന് പറയുന്നത് സപ്പോസ് ഒരു 35 ആണെങ്കിൽ, ഇവിടെ നമുക്ക് അല്ലെങ്കിൽ വേണ്ട ഒരു 45 ആണെങ്കിൽ +or-2, ഇപ്പൊ 47 അല്ലെങ്കിൽ 43. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും മാക്സിമം ക്ലിയറൻസ്. 52ന്റെ ഒരു ഹോളും 43ന്റെ ഒരു ഷാഫ്റ്റും ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ക്ലിയറൻസ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പൊ ഇത് നോക്കി, ദിസ് ഈസ് ദ മാക്സിമം ക്ലിയറൻസ്. ഓക്കെ, ഇത് വരച്ച് തന്നെ കണ്ടുപിടിക്കാണ് ഏറ്റവും എളുപ്പം. മാക്സിമം ഹോൾ ആൻഡ് മിനിമം ഷാഫ്റ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ? MN ഉണ്ട്, എന്നെ വരെ പോകുന്നുണ്ട്. ഞാൻ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ അതിന്റെ വേരിയേഷൻസ് പറയുന്നതെന്നുള്ളൂ കേട്ടോ ജയരാജ്. J2N തന്നെ പഠിച്ചു വെച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല എമ്മും എന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് ഏത് ഫിറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഒരു ഡിഫിക്കൽറ്റും ഇല്ലാണ്ട്. Which statement is best to describe the shaft in an interference fit? Which statement is best to describe the shaft in an interference fit? Shaft is always equal to the hole. Shaft is always smaller than the hole. Shaft is larger than the hole, creating a tight fit. Shaft is fitted without contact. Shaft is larger than the. Shaft is larger than the. Okay, clear? Next question. Which formula represents maximum interference? പരമാവധി ഇന്റർഫറൻസ് എവിടെയാണ് വരുന്നത്? കാരണം ഷാഫ്റ്റിന്റെ ഡയമെൻഷൻ എത്രത്തോളം കൂടുന്നോ അതിന് അപ്പോഴാണ് ഇന്റർഫറൻസ് വരിക. മാക്സിമം ഷാഫ്റ്റ് മൈനസ് മാക്സിമം ഹോൾ, മിനിമം ഹോൾ മൈനസ് മാക്സിമം ഷാഫ്റ്റ്, മിനിമം ഷാഫ്റ്റ് മൈനസ് മിനിമം ഹോൾ, മാക്സിമം ഹോൾ മൈനസ് മിനിമം ഷാഫ്റ്റ്. മാക്സിമം ഇന്റർഫറൻസ്, പരമാവധി ഇന്റർഫറൻസ് അവിടെ വരും. ഞാൻ പറഞ്ഞു ഇന്റർഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവിലേക്ക് കയറി വരും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വെക്കണം ഫോർ അപ്ലൈയിങ് ദ ഫോർമുല. അപ്പൊ ഇവിടെ നോക്കുക, ഷാഫ്റ്റ് ആൻഡ് ഹോൾ. അപ്പോൾ ഇതാണ് മാക്സിമം ഇന്റർഫറൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ വരയ്ക്കുകയാണ്, നമുക്കറിയാം ഹോൾ ഇത് എവിടെയുണ്ട്. ഹോളിന്റെ മുകളിൽ ഷാഫ്റ്റ് വരുമ്പോഴാണ് ഇന്റർഫറൻസ് വരുള്ളൂ. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഹോളാണ്. ആദ്യം തന്നെ ഹോൾ ഷാഫ്റ്റ് എഴുതി വെക്കണം കേട്ടോ. ഹോളും ഷാഫ്റ്റ് എഴുതി വെച്ചു. അപ്പൊ ഇതാണ് മാക്സിമം ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ മിനിമം ഓഫ് ഹോളും മാക്സിമം ഓഫ് ഷാഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് എന്ന് പറയുന്നത് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരെ എഴുതാൻ പോവാണ്, മാക്സിമം ഓഫ് ഷാഫ്റ്റ് മൈനസ് മിനിമം ഹോൾ എന്ന് മാറ്റി എഴുതരുത്. കാരണം ഇതാണ് നമ്മുടെ ഡിഫറൻസ് എങ്കിലും ഈ ഇന്റർഫറൻസ് ഒരു ഇക്വേഷൻ ഒരു മൈനസിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതിക്കൊള്ളണം? ഇത് മൈനസ് ഇത് എന്ന് എഴുതണം. ഓക്കെ, കാരണം ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് ആണ് അല്ലെ, അതായത് ഒരു ടൈറ്റ് ഫിറ്റ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ്
എങ്ങനെ ഇക്വേഷൻ വരുന്നത്? ചില സ്ഥലങ്ങളിലൊക്കെ നേരെ തിരിച്ച് ഇക്വേഷൻ കാണാം. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മേ ബി ഇറ്റ് മേ ചേഞ്ച്. ഓക്കെ, ലീവ് ഇറ്റ്. ക്ലിയർ? ഇവിടെ നമ്മൾ നെഗറ്റീവ് വാല്യൂ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? മിനിമം ഹോൾ മൈനസ് മാക്സിമം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? മാക്സിമം ഇന്റർഫറൻസ്. ഇനി മിനിമം ഇന്റർഫറൻസ് വരികയാണെങ്കിലോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമം ഹോൾ മൈനസ് മിനിമം ഷാഫ്റ്റ്. ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ. വാട്ട് ഈസ് ദ മിനിമം ഇന്റർഫറൻസ് ഇൻ ഇന്റർഫറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റൻ എന്ത് വരും? ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞുള്ളൂ. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ഹോൾ ആൻഡ് മിനിമം ഷാഫ്റ്റ്? വിച്ച് ടൈപ്പ് ഓഫ് ഫിറ്റ് മേ റിസൾട്ട് ബോത്ത് ക്ലിയറൻസ് ആൻഡ് ഇന്റർഫറൻസ്? നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ക്ലിയറൻസ് ആൻഡ് ഇന്റർഫറൻസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ട്രാൻസിഷൻ ഫിറ്റ്. ട്രാൻസിഷൻ ഫിറ്റിലാണ് അങ്ങനെ വരാം. കാരണം ഇതൊരു ടോളറൻസ് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണമെങ്കിൽ ചെറിയ വേരിയേഷൻസ് വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഹോൾ ബേസിസ് സിസ്റ്റം? Shaft size is kept constant. Hole size is kept constant and shaft is varied. Both shaft and hole are varied, only used in threading. Hole based system ആണ്. നമുക്കറിയാം ഹോൾ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ബേസിക് ലൈനിൽ നിന്ന് ലോവർ ലിമിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ. ഷാഫ്റ്റിന്റെ സൈസ് ആണ് വേരി ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്താണ്? ഹോൾ സൈസ് അവിടെ കോൺസ്റ്റന്റ് ആക്കി എടുത്ത് ഷാഫ്റ്റ് സൈസ് വേരി ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഈ ലോവർ ഡീവിയേഷൻ ഈ 0 എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലോവർ ഡീവിയേഷൻ ഓഫ് 0. ഇനി ഷാഫ്റ്റ് ബേസിസിലാണെങ്കിലോ നേരെ തിരിച്ച് അപ്പർ ഡീവിയേഷൻ ഈസ് 0. ഓക്കെ. എന്തുകൊണ്ട് ഹോൾ ബേസ് സിസ്റ്റം കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നു? കാരണം എന്താണ്? ഷാഫ്റ്റിന്റെ സൈസ് ആൽട്ടർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ദാറ്റ്സ് വൈ വി റെക്കമെൻഡ് ഹോൾ ബേസ് സിസ്റ്റം ആസ് റെഫറൻസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. വാട്ട് ഈസ് ദ ഡീവിയേഷൻ കണ്ടീഷൻ ഓഫ് ദ ഹോൾ ഇൻ ദ ഹോൾ ബേസ് സിസ്റ്റം? ഹോൾ ബേസ് സിസ്റ്റത്തിന്റെ ഡീവിയേഷൻ കണ്ടീഷൻ എന്താണെന്നുള്ളതാണ്. അപ്പർ ഡീവിയേഷൻ 0 തെറ്റാണ്. ബോത്ത് ഡീവിയേഷൻ നെഗറ്റീവ് തെറ്റാണ്. ബോത്ത് ഡീവിയേഷൻ പോസിറ്റീവ് തെറ്റാണ്. ലോവർ ഡീവിയേഷൻ 0 എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. നമ്മൾ ഇപ്പൊ പറഞ്ഞോളൂ. കാരണം അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ XY ലൈൻ. XY ലൈനിൽ നിന്ന് ലോവർ ഡീവിയേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഓക്കെ. കാരണം ഇത് ഇതുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഷാഫ്റ്റ് ബേസ് സിസ്റ്റം വിച്ച് ഡീവിയേഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് 0? എന്ത് വരും? ഇതാണ് ഷാഫ്റ്റ് ബേസ് സിസ്റ്റം. ദിസ് ഈസ് ഷാഫ്റ്റ് ബേസ്. അപ്പം XY ലൈനിൽ ഷാഫ്റ്റ് എൻഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് XY ലൈൻ. XY ലൈനിൽ ഷാഫ്റ്റ് എൻഡ് ചെയ്യുന്നു. ഓക്കെ. ഇതാണല്ലോ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. XY ലൈനിൽ ഷാഫ്റ്റ് എൻഡ് ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ഡീവിയേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കി അപ്പർ ഡീവിയേഷൻ ഈസ് 0. ക്ലിയർ? വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിറ്റ്സ് കറസ്പോണ്ട്സ് ടു ഇന്റർഫറൻസ് കണ്ടീഷൻ എന്നുള്ളതാണ്. ഇത് വീണ്ടും ചോദിച്ചെന്നുള്ളൂ. 27H7/P6. ഓക്കെ. H/P. What is another name for fundamental tolerance in the BIS system? ഫണ്ടമെന്റൽ ടോളറൻസ് അറിയപ്പെടുന്ന വേറെ പേരെന്താണ് എന്നുള്ളതാണ്. 39ാമത്തെ ചോദ്യമാണ്. ആൻസർ ചെയ്യാം. 39th ക്വസ്റ്റ്യൻ. ഗ്രേഡ് ഓഫ് ടോളറൻസ് കൂടെ പറയാം, കുഴപ്പമൊന്നുമില്ല അല്ലെ? ആ ചാർട്ട് നമ്മുടെ മനസ്സിൽ ഒന്ന് ഉണ്ടായിക്കോട്ടെ. കാണാതെ പഠിക്കൊന്നും വേണ്ട. ബട്ട് ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. 18 ഗ്രേഡുകൾ ഉണ്ട്. IT 0 തൊട്ട് IT 16 വരെയാണ് അത് വേരി ചെയ്യുന്നത്. ആ ഇതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഹൗ മെനി ഗ്രേഡ്സ് ഓഫ് ഫണ്ടമെന്റൽ ടോളറൻസസ് ആർ ദെയർ ഇൻ BIS? Question number 40 for you. ഏത് വരും? 18 അല്ലേ? 25 ഡീവിയേഷനും 18 ടോളറൻസ് ഗ്രേഡ്. According to BIS, the grade of tolerance refers to manufacturing method, material type, accuracy of manufacture, position of tolerance zone. Question number 41 and the answer. See, accuracy of manufacture. How are fundamental deviations represented in the BIS system? തെറ്റിക്കരുത് കേട്ടോ, തെറ്റിക്കരുത്. Question number 42 for you.
സൗമ്യ, അനഘ, ജയരാജ്, വിഷ്ണു, പ്രണവ്, ഹസ്ന എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. 42. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം നമ്പേഴ്സ് അല്ല അല്ലെ, നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്നാണ്. 25 ഡീവിയേഷൻ ഉണ്ട് നമുക്കറിയാം, ബട്ട് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് A to Z. ഓക്കെ, അപ്പൊ C will be the right answer. Next question. Which of the following letters are excluded from the fundamental deviation set? A, B, C, D, E, F, G, H, I, L, O, Q, W, J, K, M, N. 43. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഏകദേശം 43 ക്വസ്റ്റ്യൻസ് ഫണ്ടമെന്റൽ ഏരിയയിൽ തന്നെ കവറപ്പ് ചെയ്തു. ഇതിനപ്പുറത്തോട്ടൊന്നും എന്തായാലും ക്വസ്റ്റ്യൻസ് കയറി വരുമൊന്നുമില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഏരിയയിൽ നമുക്ക് ഇന്റർചേഞ്ചബിലിറ്റി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏരിയസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് പ്രോബ്ലം നമുക്ക് ലാസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. പ്രോബ്ലം ഒന്നും ഇല്ല, ഈ ടോളറൻസ് തരും, അത് ജസ്റ്റ് ടോളറൻസ് വർക്കൗട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വരാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ എല്ലാം വൈൻഡപ്പ് ചെയ്യാണ്. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ പോയി നോക്കുക, PDF നന്നായിട്ട് നോക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ആഫ്റ്റർ നമുക്ക് ഐ തിങ്ക് ഒരു ഒക്ടോബർ 1st വീക്കോടുകൂടി നമ്മൾ ക്ലാസ് ഒക്കെ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ OMR പ്രാക്ടീസിന് തരും. നിങ്ങൾക്ക് അത് ബബിൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേറൊരു എഫക്റ്റ് ഉണ്ട്. അത് നമുക്ക് ഒരു റിസൾട്ട് ബൂസ്റ്റർ ആണ് സത്യം പറഞ്ഞാൽ. അപ്പൊ ആ രീതി നമ്മൾ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്ത് തരും. ഓക്കെ, പരമാവധി ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യും. കാരണം ഒരു മെക്കാനിക്കലി 38 മാർക്ക് കിട്ടാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്യും. ബാക്കിയൊക്കെ വരുന്ന പോലെ ക്വസ്റ്റ്യൻ നമ്മളല്ലാതെ കൊണ്ട്. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെയും തൽക്കാലം ബൈ, ടേക്ക് കെയർ.